ഗായ്സ് അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ചോറും കറിയും വീഡിയോ ഉണ്ടാക്കുന്നത് കാണിച്ചു. അരി കഴുകിയതിന് ശേഷം തിളച്ച വെള്ളം പാർന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. പെട്ടെന്ന് നമ്മൾ പണി തീരാൻ വേണ്ടിയിട്ട് ചെയ്യാം. അടുത്തതായി വെളിച്ചെണ്ണ ചൂടായിട്ട് ഉള്ളി ഇട്ട് നല്ലവണ്ണം മാറ്റിയെടുക്കാം. ആദ്യം തന്നെ നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചാൽ പണി നമുക്ക് ചടപടയും ചേർക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് വാടി വന്നിട്ട് അതിനിടയ്ക്ക് നമുക്ക് ചെയ്യാനുള്ള ഓരോന്ന് കാര്യം കാണിച്ചു തരാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വാട്ടാൻ വെക്കാം. ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം. മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ജസ്റ്റ് കുരുമുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചെറിയ തീയാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, കരിഞ്ഞു പോകാത്ത രീതിയിൽ. ജസ്റ്റ് ഒരു മണം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തീ ഓഫ് ചെയ്തിട്ട് വെച്ചാൽ മതി. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചൂടിൽ, ചട്ടിൻ്റെ ചൂടിൽ ഇതൊന്ന് വറുത്തത് പോലെ ആക്കിയിട്ടു. ഇടയ്ക്കൊന്നത് നല്ലവണ്ണം ഒന്ന് അടിക്കിടാം. നമ്മൾ അടുത്തന്നെ ഉള്ളതുകൊണ്ട് തീ വീട്ടിൽ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. നല്ലൊന്ന് വാടിയതിന് ശേഷം തക്കാളിയും ഇഞ്ചി പച്ചമുളക് പേസ്റ്റും ഇട്ട് കൊടുക്കാം. ചിക്കൻ കഴുകി റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് നമുക്ക് പൊരിക്കാനുള്ള കുറച്ച് കലക്കി വെക്കാം. ഇഞ്ചി പച്ചമുളക് പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, കുരുമുളക് പൊടി ഇതൊരു പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിന് ആവശ്യമുള്ള ചിക്കന് മിക്സാക്കി വെക്കാം. ആദ്യം ഇതൊക്കെ സെറ്റാക്കി വെക്കണം, എന്നിട്ടാണ് പണി വേഗമായി കിട്ടുമെന്ന് പറഞ്ഞത്. ആദ്യം എടുക്കുന്നതും പണി തന്നെയാണ്. അപ്പം നമ്മളത് ആദ്യം സെറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിൽ ഉപ്പും കൂടി ചേർക്കാം. ഇടയ്ക്കിത് ഇറക്കാൻ മറന്നു പോകരുത്. ഒന്ന് വാടാൻ ഉള്ള സമയത്തിലേക്ക് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടാൽ മഞ്ഞളും മുളക് പൊടിയൊക്കെ നല്ലവണ്ണം ഇതിലേക്ക് മിക്സ് ആയിക്കോളും. ഇതുപോലെ വരഞ്ഞിട്ട് ചെയ്യാം. എന്നാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഇങ്ങനെ പിടിച്ച് കിട്ടിക്കോളും. നമ്മൾ കറിയായി കഴിയുമ്പോൾ ഇത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കിട്ടിയാൽ നല്ല രീതിയിൽ, നല്ല അടിപൊളി രീതിയിൽ നാടൻ ചിക്കൻ പൊരിച്ചത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ചോറിൽ കുറച്ചും കൂടി വെള്ളം പാരാം. തക്കാളി ഒന്ന് വാടി വരുന്നവരെ നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. നമ്മൾ ചൂടാക്കി വെച്ച മുളകൊക്കെ ഒന്ന് ഇതൊന്നൊന്ന് മാറ്റി വെക്കാം. തക്കാളി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് പേസ്റ്റും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു കുഴമ്പ് രൂപത്തിലാകുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അത് നല്ലവണ്ണം മിക്സ് ചെയ്യാം. നമ്മളെ ചോറ് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് തിളച്ച വെള്ളം പാർന്നതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച മുളക് മല്ലിപ്പൊടിയൊക്കെ മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മുളക് മല്ലിപ്പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളം പാർന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാവുമ്പോഴേക്ക് നമ്മൾ മാറ്റി വെച്ച മുളക് മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ചൂടാവുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ ബാക്കി വെള്ളം കൂടി പാർന്ന് തിളപ്പിച്ച് കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് പാർന്ന് കൊടുക്കാം. നല്ല വറുത്തരച്ച ഒരു കോഴിക്കറിയുടെ മണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കാനുണ്ട് ചിക്കനും. ഇടയ്ക്ക് ചോറിന് വെള്ളം പാർന്ന് കൊടുക്കാം. 2 പച്ചമുളകും കൂടി
പറിച്ചെടുത്ത് നമുക്ക് പൊരിക്കുന്നതിൽ മുറിച്ചിടാനുണ്ട്. 2 പച്ചമുളക് ഇതിലരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിയിലും രണ്ട് കറിവേപ്പില ഇട്ട് എന്നിട്ട് നമ്മൾ ചിക്കനും കൂടി ഓരോന്നായിട്ട് ഇട്ടെടുക്കാം. സൈഡായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പൊരിയുമ്പോൾ മറിച്ചിടാം. ബാക്കിയുള്ള കായവും സൈഡിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് നെക്സ്റ്റ് നമ്മൾ ചോറ് എന്തായാലും നമ്മൾ നോക്കാം. ചോറിൽ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. വെള്ളം ഒന്നും കൂടി ഒഴിച്ചെടുത്ത് തിളപ്പിക്കാം. തിളച്ച വെള്ളം വാരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബാക്കി പണി ചെയ്തെടുക്കാൻ പറ്റും. ചിക്കന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ തുറന്നെടുക്കാം. ഏകദേശം കറി റെഡിയായിട്ടുണ്ട്. ചോറും റെഡിയായി. ചോറിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറിലേക്ക് ഉപ്പിടാറുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് ചോറ് സെറ്റായിട്ടുണ്ട്. നമുക്കിത് വാർക്കാം, ഊറ്റാം. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി വരാം. നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയും ചോറും പൊരിച്ച ചിക്കനും ഒന്നും കൂടി പൊരിഞ്ഞ് വന്നത്. പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനാണോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ കറിയും ചോറും പൊരിച്ചതും ഉപ്പേരി ഉണ്ടെങ്കിൽ അതും എല്ലാം ഒന്നിച്ച് നമുക്ക് ഒരു പണി ചെയ്യുമ്പോൾ അടുത്ത പണിയിലേക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പണി പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് മറ്റു പണികളിലേക്ക് കടക്കാൻ ഈസിയാവും. ഓക്കെ, നമുക്കത് ഒന്ന് ഊറ്റിയിട്ട് വരാം. ചോറ് എൻ്റെ അടുത്ത് ഇത് പൊരിഞ്ഞ് കിട്ടിക്കോളും. ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. കറിവേപ്പില ഉള്ളത് കൂടി ഇട്ടിട്ട് നമ്മൾ നാടൻ രീതിയിലുള്ള രീതിയിലാണ് ചെയ്തെടുത്തത്. ഓക്കെ, നമ്മൾ ചോറ് വാർത്തി ചോറ് റെഡിയായി. കുറച്ചതൊന്ന് കാണിട്ട് പൊരിഞ്ഞതിന് ശേഷം എടുക്കാം. ചോറും ചിക്കൻ പൊരിച്ചതും വറുത്തരച്ച ചിക്കൻ കറിയും. ഓക്കെ, താങ്ക് യു. ആവിയിൽ ക്ലിയർ ആയിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഇതുപോലെ നമുക്ക് എളുപ്പത്തിലൊന്നുമല്ല, കഷ്ടപ്പാടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഈ രീതിയിൽ ചെയ്തെടുത്താൽ കുറച്ച് പണികളൊക്കെ എളുപ്പമായിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.